ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണ്ടാ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ആകാശം കൂടെ ചിരി കണ്ട. ആ കുട്ടി പറഞ്ഞേ, ആശോട് പറഞ്ഞേ എന്നാ ഉണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. ഇങ്ങോട്ട് നോക്ക്, അമ്മയുടെ ഫോണിനകത്തോട്ട് നോക്ക്. ആ ചോദിച്ചേ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും മമ്മം കഴിച്ചോ? ആകാശം രാവിലെ മമ്മൊക്കെ കഴിച്ചിട്ട് കിടക്കുക കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നാളായതുകൊണ്ട് മാളിലും മെട്രോയിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പോയി തിരിച്ചു വന്നു. പിറ്റേ ദിവസം മുതൽ മൂക്കടപ്പ് തുടങ്ങി. ആർക്കാ കോൾഡ്? എൻ്റെ മരുന്നൊന്നും കൊടുത്തില്ല കേട്ടോ. ആവി പിടിക്കുന്നുണ്ട്, നെബുലൈസേഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ മോളിരിക്കുന്നു. പിന്നെ ആകാശം മിയാമോക്ക് ഒരാഴ്ച ലീവായിരുന്നു ഇവിടുത്തെ ദസറയുടെ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങി. ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂളിൽ പോയി. പിറ്റേ ദിവസം പോയി കരാട്ടെ ഉണ്ട് ഇവർക്ക് സ്കൂളിൽ. അതിൽ പോയി കരാട്ടെ കളിച്ച് ഏതോ ഒരു കൊച്ചു ലൈനിൽ നിന്ന സമയത്ത് അങ്ങാണ്ട് തെള്ളിയിട്ട് 2 മുട്ടും പൊട്ടിച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ മുത്തേ. മിയാമോക്ക് എന്താ പറ്റി പറഞ്ഞേ? മിയാമോടെ കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞേ, പറ. അയ്യേ, ഞാൻ വാ തുറക്കാനാണോ പറഞ്ഞേ? മോള് പറഞ്ഞേ, മോള് പറയാന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ വീഡിയോ ഓൺ ആക്കിയത്. പറഞ്ഞേ, മിയാമോടെ കാല് എന്താ പറ്റി? പറ. ഇവിടെ കാല് മുറിഞ്ഞു. എന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ സ്കൂളിലൊക്കെ പോയി, പിറ്റേ ദിവസം പോയി. പിന്നെ ജേമി ഷോമി അച്ഛയൊക്കെ പോയി ചോദിക്കാൻ പോയി, ഏത് കുട്ടിയാ മറിച്ചു വിട്ടേന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോയി ചോദിക്കാൻ പോയിട്ടോ. ഇപ്പൊ പറഞ്ഞ് ബൈ ചാൻസിൽ പറ്റിയതാ, ബൈ മിസ്റ്റേക്ക് പറ്റിയതാ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് വന്നു. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ആശോടെ മമ്മൊക്കെ കഴിച്ച് ആശോടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ദീപാവലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടക്കം പൊട്ടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ അങ്ങ് ഉമ്മച്ച് പൊട്ടും. പക്ഷെ രാത്രി പൊട്ടിക്കാതിരുന്നാൽ മതി, കാരണം ഉറക്കത്തിലൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആകാശമോള് ഞെട്ടും അല്ലേ ആ കുട്ടി? ഇന്നലെ തന്നെ രാത്രി ഒരു പടക്കം ടാന്ന് ഞെട്ടിപ്പോൾ ആകാശമോള് ഞെട്ടിയില്ലേടി മുത്തേ? ഞാനും ഞെട്ടിപ്പോയിട്ടെ, കാരണം രാത്രി ഭയങ്കര നിശബ്ദതയാണ്. ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ഈ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമല്ലോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെട്ടി അല്ലേ മുത്തേ? ചെറുതായിട്ട് ഞങ്ങളൊന്ന് ഞെട്ടിട്ടോ. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ ആശോ? ആശോട് മിടിക്കുക. ആശോ ഗുഡ് ഗേൾ ആണല്ലോ അല്ലേ മുത്തേ? ആശു ഗുഡ് ഗേൾ ആണോ? ആകാശം ഒന്നും മിണ്ടിയില്ല കേട്ടോ. കിടക്കുന്നോണ്ടാണോ ഒന്നും മിണ്ടാത്തത്? ഇനി അമ്മ എടുത്ത് മടിയിലിരുത്തണോ? കിടക്കുന്നോണ്ടാണോ മിണ്ടാത്തേന്ന്? എടുപ്പൊന്നൂസേ ഇപ്പം അങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ കേട്ടോ. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമായി. ഇനിയിപ്പം ഞാനങ്ങോട്ട് അടുക്കളയിലോട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ആകാശമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ലഘു ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് എങ്കിൽ പിന്നെ ആകാശയുടെ വിശേഷങ്ങൾ അറിയായിരിക്കുന്ന എല്ലാവർക്കും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ എന്ന് വെച്ചില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു അല്ലേ മുത്ത്? അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ഇവിടെ മഴ തണുപ്പാട്ടോ, വലിയ ചൂടൊന്നുമില്ല. ഇന്നലെ ഇവിടെ ശരിക്കും മഴയൊക്കെ പെയ്തായിരുന്നു. പിന്നെ ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ എപ്പോഴും ആഘോഷങ്ങൾ തന്നെ കേട്ടോ. കാരണം ദസറയുടെ ഒരാഴ്ചത്തെ ലീവും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അടുത്ത ദീപാവലി വന്നു കേട്ടോ. പിന്നെ ദീപാവലിക്ക് മിക്കവാറും ഞങ്ങൾ നാട്ടിൽ പോകുമായിരിക്കും കേട്ടോ. ഈ പടക്കത്തിൻ്റെ സൗണ്ടും പിന്നെ പടക്കം കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുകയും അതും ഇതൊക്കെ കാരണം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ള നമുക്ക് വരെ ശ്വാസം മുട്ടും കേട്ടോ. ഈ പടക്കത്തിൻ്റെ ആ സ്മെല്ലും അതും ഇതെല്ലാം കൊണ്ട് ഇട്ടിട്ട് നമുക്ക് തലവേദന എടുക്കുന്നത്. എന്താ സൗണ്ട് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ തണുക്കല്ല കേട്ടോ. എല്ലാവരും പൊട്ടിക്കുക. അവിടെ ദീപാവലി ആവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. പടക്കളങ്ങ് മേടിച്ച് ഇപ്പോഴേ ചെറുതായിട്ട് പൊട്ടിച്ചു തുടങ്ങി. അങ്ങനെ ഭയങ്കരമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവായിരിക്കും അല്ലേ മുത്തേ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞേ. ആകാശമ്മയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനിയിപ്പോൾ കുഞ്ഞു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് കാണാൻ ആർക്കും സമയമില്ല. എനിക്കാണെങ്കിലും ഒട്ടും സമയമില്ല. അപ്പം എല്ലാവരുടെയും സമയത്തെ മാനിച്ചുകൊണ്ട് ഞാനിപ്പോൾ കുഞ്ഞു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും കണ്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആകും ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കൂട്ടില്ല. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. ചോദിച്ച് ഫോൺ വിളിക്കുന്നുവെങ്കിൽ ബായ് പറഞ്ഞാ കുട്ടി. ബായ്.